അപ്പോൾ ഇന്ന് നോയിഡയിലെത്തിയിട്ട് 6th ഡേ ആണ്. അപ്പോൾ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡ് മൊരിച്ചതും അതേപോലെ എഗ് ബുൾസൈ ആണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ എഗ് ബുൾസൈ കൃതികയ്ക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൃതികാരെ അവിടെ കോളേജിൻ്റെ അടുത്തൊരു കൊറിയൻ കിച്ചൺ ഉണ്ട്, അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവൾ എന്നും വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ ചർച്ചിൽ പോയി കഴിഞ്ഞാണെങ്കിൽ വന്ന് കഴിക്കാറുണ്ട്. അപ്പം ഞാൻ അവളോട് പറയുന്നത് ഈ കൊറിയൻ കിച്ചണിലത്തെ ഭക്ഷണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്നെ ശരിയാക്കി തരാമെന്നാണ്. അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ കൊറിയൻ ഭക്ഷണമൊക്കെ. നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും എല്ലാതും ഒരേ പ്ലേറ്റ് ഓർഡർ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വാങ്ങാലോ. അങ്ങനെ ഇത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഷിയുടെ കൂടെ സുഷി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ സുഷിയാണ്, ഫിഷ് ഒന്നും ചെയ്തില്ല, ചിക്കൻ്റെ സുഷി. അതിനുള്ള സോസും റാഡിഷ് യെല്ലോ കളറും റെഡ് കളറുമാണ്. പിന്നെ ഉള്ളത് ബബിൾ ടീ ആണ്. ബബിൾ ടീയും അവൾ തന്നെ എല്ലാതും അവൾ തന്നെയാണ് ഓർഡർ ചെയ്തത്. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പോയില്ല. അപ്പോൾ അതേ ബബിൾ ടീ കുടിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഷേക്ക് കുടിക്കണ പോലെ തന്നെ. പക്ഷെ അതിൽ നിന്ന് എന്തോ കടിക്കാൻ കിട്ടും. അപ്പോൾ അവൾ പറഞ്ഞത് അതൊരു ബബിളാണ്, അതിനെയാണ് ബബിൾ ടീ എന്ന് പറയുന്നത്. കുഴപ്പമില്ല, ഇത് വലിയ പ്രശ്നമില്ലാണ്ട് കുടിക്കാൻ പറ്റി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ സുഷി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോൺഡോഗ് എന്ന് പറഞ്ഞിട്ട് സോസേജ് റോളാണ് ഇത് ശരിക്കും, അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഫ്രൈ, അതും. അതിൻ്റെ കൂടെ നമുക്ക് അവർ സ്റ്റിക്കി റൈസ്, അവരുടെ സ്പെഷ്യലായിട്ടുള്ള സ്റ്റിക്കി റൈസും കൂടി നമുക്ക് തരും. അപ്പോൾ എല്ലാതും ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും വന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ആ കോല് വെച്ചിട്ട് കഴിക്കണമെന്ന് കൃതിക പറഞ്ഞു. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ, അതൊന്നും പറ്റൊന്നുമില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ കോലൊക്കെ എടുത്ത് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. എങ്ങനെയൊക്കെയോ ആ കോലമ പിടിച്ചെടുത്ത് പിന്നെ ഞാൻ അത് എങ്ങനെയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച്, ശരിക്കും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കഴിക്കേണ്ടത്. അത് അങ്ങനെയോ പ്ലേറ്റിൻ്റെ അടുത്തെത്തി. പിന്നെ ഞാൻ വിചാരിച്ചു പ്ലേറ്റിൽ വെച്ച് വീണ്ടും എടുക്കാൻ ബുദ്ധിമുട്ടാവും, വേഗം തന്നെ കഴിക്കാൻ നോക്കി. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബബിൾ ടീയും ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും നല്ലത് തന്നെയാണ്. പിന്നെ നമ്മുടെ സുഷിയാണ് ട്രൈ ചെയ്യുന്നത്. സുഷി ഞാൻ കോലുകൊണ്ടൊന്നും എടുക്കാൻ പോയില്ല, വേഗം ആ സോസൊക്കെ ഇട്ട് എല്ലാതും കഴിച്ചു. ഒരു റാഡിഷും എടുത്ത് വെക്കണം എന്ന് പറഞ്ഞ് കൃതിക പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ശരി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് കഴിച്ചു. എൻ്റെ ദൈവമേ, അത് ഞാൻ ഇറക്കാൻ പെട്ട പാട്, അയ്യോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റേ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അനിക്കേത്ത് പിന്നെയും കഴിച്ചു, കൃതിക പിന്നെ ഇരുന്ന് കഴിച്ചോളും, കുഴപ്പമില്ല. അനിക്കേത്ത് കഴിച്ചു, പക്ഷെ ചേട്ടൻ കഴിച്ചിട്ട് ഞങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം, അയ്യോ ഏത് നേരത്ത് കഴിച്ചാവോ. അത് ഒരെണ്ണം ഫുള്ള് വായിലിടും ചെയ്തു, എന്തോ ഒരു ഇത്. അതിൻ്റെ ടേസ്റ്റ് മാറാനായിട്ട്. പക്ഷേ ഈ കോൺഡോഗ് നല്ലതായിരുന്നു കേട്ടോ, അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പകുതി വയറായുള്ളൂ, എന്നാലും സാരില്ല, എല്ലാതും ഒന്ന് ട്രൈ ചെയ്യണമല്ലോ നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് ഞങ്ങൾ തിരിച്ച് പിന്നെ അടുത്ത കാര്യങ്ങൾ